അപ്പം ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി ആരാണെന്നറിയോ? ഇവളാണ് നമ്മുടെ മൾബറി കുട്ടി. ഇവിടെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ കൊണ്ടുവന്നതാണ്. ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഒരു കമ്പും അതിന് ചുറ്റും കുറച്ച് ഇലകളും അതായിരുന്നു. പക്ഷെ ഒരു 2-2.5 വർഷത്തിൽ വലിയൊരു മരമായി ശരിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ വൺ ഓഫ് ദ ഏറ്റവും ഹൈറ്റ് ഉള്ളൊരു പ്ലാന്റ്സിലൊന്നാണ് ഇവിടുത്തെ. അങ്ങനെയാണ് ഇവളുടെ ഗ്രോത്ത്. ഭയങ്കര വിഗ്രസ് ആയിരുന്നു. അതുപോലെ ഫ്രൂട്ട് വന്ന് വെച്ചിട്ട് എവറി ഇയറിലും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നിറയെ ഫ്രൂട്ടും തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഒരു മരത്തിൽ തന്നെ നിറയെ ഫ്രൂട്ട്സ് ആണ് ഉള്ളത്. നിറയെ പച്ച കളറിൽ, റെഡ് കളറിൽ, പിന്നെ അത് ബ്ലാക്ക് ആവും. അപ്പോൾ അങ്ങനെ എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും നമുക്കിപ്പോൾ ഇവിടെ കാണാം. ഞാനൊന്ന് ക്ലോസപ്പ് ആയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, ഇത് മുഴുവൻ നമ്മുടെ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഇത് കാണിച്ചാലും തീരാത്ത അത്ര ഉണ്ടെങ്കിൽ ഓൾറെഡി ഒരു 2 പാത്രം മുഴുവൻ മൾബറീസ് ഓൾറെഡി ഹാർവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നമ്മുടെ ഇവിടുന്ന് ഹണി ബീസിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ഹണിയും കുറച്ച് മൾബറിയും കൂടെ ഞങ്ങളൊരു സിറപ്പ് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാധനം ഭയങ്കര യമ്മായിരുന്നു കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാനൊരു ദിവസം ഷെയർ ചെയ്ത് തരാം സെപ്പറേറ്റ് ആയിട്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് മുഴുവൻ കണ്ടോ നിറയെ മൾബറീസാണ്. എത്ര പൊട്ടിച്ച് കഴിച്ചാലും തീരില്ല എന്ന് പറയില്ല, അത്രയ്ക്കാണ്. ആകെപ്പാടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമുക്ക് ഒത്തിരി പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഫ്രഷ് ഫ്രൂട്ടായിട്ട് 2 ദിവസം വെക്കുമ്പോഴത്തേക്കും അതിൽ ചെറുതായിട്ടൊരു പൂപ്പായ വന്ന് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റാതാവും. അപ്പോൾ അത് കാരണം അത് എങ്ങനെ പ്രിസർവ് ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി അടുത്ത ഇയർ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ഇവിടെ ബെറ്ററായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാനും പ്രിസർവ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്